നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററിലെ ആദ്യ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറന്റ് എന്ന ചാപ്റ്ററാണ് ആരംഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 3 ചാപ്റ്ററുകളായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഈ ചാപ്റ്ററിൽ. കഴിഞ്ഞ 3 ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? സ്റ്റാറ്റിക് ചാർജസ്, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ സ്റ്റാറ്റിക് ചാർജസ് പഠിച്ചു. ആ സ്റ്റാറ്റിക് ചാർജസ് കൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റുകൾ പഠിച്ചു, അതായത് പൊട്ടൻഷ്യൽ, ഫീൽഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ അടുത്ത ചാപ്റ്ററിൽ 3ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ മൂവിങ് ചാർജസ് പഠിച്ചു, കറണ്ട്, ഫ്ലോ ഓഫ് ചാർജ്, മൂവിങ് ചാർജസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഫക്റ്റ് ഓഫ് മൂവിങ് ചാർജ് ഓർ ഇഫക്റ്റ് ഓഫ് കറണ്ട്. കറണ്ട് ഉണ്ടാക്കുന്ന ഇഫക്ട്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലെസണാണ്. നിങ്ങൾ മുമ്പ് കേട്ട് പരിചയമുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ ദാറ്റ് ടെൽസ് യു അബൌട്ട് ദ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. മാഗ്നറ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? മാഗ്നറ്റ് കണ്ടിട്ടുണ്ടാവും. മാഗ്നറ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ലെസണിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഇഫക്റ്റ്, അതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയത് ഓർസ്റ്റഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ചെയ്ത ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള ഒരു കാര്യം മനസ്സിലായത്. അതായത് അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻറ്റ് ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റാണ്. അതായത് ഒരു സ്ട്രെയിറ്റ് വയറിലൂടെ കറണ്ട് പാസ് ചെയ്തു. And it was found that when current is passed through that straight wire, a compass needle shows a deflection. The compass needle, അറിയാലോ, compass needle എന്ന് പറയുന്നത് എന്താ? It's a small magnet, freely suspended magnet. Okay, freely suspended magnet എപ്പോഴും ഏത് ഡയറക്ഷനിലാണ് അലൈൻ ചെയ്യുക? It always align in the north-south direction. A freely suspended magnet always align in the north-south direction. ഒരു സ്ട്രെയിറ്റ് വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇഫ് കോമ്പസ് നീഡിൽ ഷോസ് എ ഡിഫ്ലക്ഷൻ, വാട്ട് ഡസ് ഇറ്റ് മീൻ? കോമ്പസ് നീഡിൽ ഒരു മാഗ്നറ്റാണ്. ഒരു മാഗ്നറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എന്തിനു മാത്രമേ കഴിയുള്ളൂ? മറ്റൊരു മാഗ്നറ്റിന് മാത്രമേ കഴിയൂ, അല്ലേ? അപ്പോൾ ഒരു സ്ട്രെയിറ്റ് വയറിലൂടെ കറണ്ട് പാസ് ചെയ്തപ്പോൾ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ഷൻ കാണിച്ചെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? ദാറ്റ് കറണ്ട് ക്യാരിയിങ് വയർ produces a magnetic field. ഓക്കെ, അപ്പോൾ ഓർസ്റ്റഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് പല രീതിയിൽ ചെയ്തു നോക്കി. ഓക്കെ, ഹി റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഹി ഇൻക്രീസ് ദ magnitude of current passing through that wire, he increased the distance between the current carrying wire and the compass needle. He decreased the distance between the current carrying wire and compass needle. അപ്പോൾ ഈ രീതിയിൽ പല രീതിയിൽ ഒരേ എക്സ്പെരിമെൻ്റ് ചെയ്തു. അങ്ങനെ he concluded that a current carrying conductor produces a magnetic field. കാരണം കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, കോമ്പസ് നീഡിൽ എന്ന് പറയുന്ന മാഗ്നറ്റ് ആണ്. മാഗ്നറ്റ് ഓൾവേസ് പോയിൻറ്റ്സ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഒരു മാഗ്നറ്റ് നമ്മളിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ എപ്പോഴും അതെങ്ങനെ നിൽക്കും? എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിൽക്കും. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ പൊസിഷനെ മാറ്റണമെങ്കിൽ മറ്റൊരു മാഗ്നറ്റിന് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ അടുത്ത്, കറണ്ട് പാസ് ചെയ്യുന്ന വയറിൻ്റെ അടുത്ത് ഈ കോമ്പസ് നീഡിൽ കൊണ്ടുവരുമ്പോൾ കോമ്പസ് നീഡിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിലല്ലാതെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കും കാരണം? ഈ കറണ്ട് പാസ് ചെയ്ത വയർ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവണം. അതെങ്ങനെ മനസ്സിലാക്കും? ഇഫ് യു സ്വിച്ച് ഓഫ് ദി കറണ്ട്, ദ കോമ്പസ് നീഡിൽ അഗെയിൻ പോയിൻറ്റ്സ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. കറണ്ട് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? കോമ്പസ് നീഡിൽ വീണ്ടും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രമാണ് കോമ്പസ് നീഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. Okay, so that means the current carrying conductor produces a magnetic field and ഇതിൻ്റെ ഡിഫ്ലക്ഷനിൽ വേരിയേഷൻ വരുന്നതായിട്ട് കണ്ടു. നമുക്ക് ആ എക്സ്പെരിമെൻറ്റ് ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇതാണ് കോമ്പസ് നീഡിൽ.
കോമ്പസ് നീഡിൽ നിങ്ങൾക്ക് കാണാം നടുവിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ നീഡിൽ പോലെയുള്ളത് കാണാം, അതാണ് മാഗ്നറ്റ്. ഇറ്റ്സ് എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ്. അതിൽ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ഒക്കെ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്ത് കാണാം. സോ ഇപ്പോൾ നീഡിൽ എങ്ങനെയാണ് നിൽക്കുന്നത് നോക്കൂ. ഇറ്റ് അലൈൻസ് ഇൻ ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. മാഗ്നറ്റ് കൊണ്ടുവരുമ്പോൾ നോക്കൂ, ദി നീഡിൽ ഡിഫ്ലെക്സ്. ഓക്കെ, നമ്മൾ ഓസ്റ്റേഡ്സ് എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻ്റ് ഒന്നുമല്ല, എങ്കിലും നമുക്ക് നോക്കാം എങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് നീഡിൽ ബിഹേവ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് കോപ്പർ വയറാണ് എടുത്തിട്ടുള്ളത്. നമുക്കറിയാലോ കോപ്പർ ഇസ് എ കണ്ടക്ടർ. ഇപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നില്ല. സോ മാഗ്നറ്റിക് നീഡിൽ ഇസ് അലൈനിങ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഓക്കെ, ഇനി ഐ എം ഗോയിങ് ടു പാസ് എ കറണ്ട് ത്രൂ ദി കോപ്പർ വയർ. See how the needle deflects. Okay, so the needle shows a deflection, right? Now the current is on. There is current passing through the copper wire. Now I am going to switch off the current. So deflection in the compass needle shows that there is a magnetic field. Okay, അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. എന്താണത്? When you switch on the current, the deflection is to one side. When you switch off the current, നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ച്. ഇപ്പോൾ നോക്കൂ, അലൈൻ ചെയ്യുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ്. ഇനി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് ഡിഫ്ലക്റ്റഡ്. സി, ഓക്കെ. ഇനി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ്സ് ബാക്ക് ടു ദി സെയിം ഒറിജിനൽ പൊസിഷൻ, ദാറ്റ് ഈസ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഓക്കെ, നൗ ഐ എം ഗോയിങ് ടു ഇൻക്രീസ് ദ കറണ്ട് പാസിംഗ് ത്രൂ ദി വയർ. എങ്ങനെയാണ് നീഡിൽ ബിഹേവ് ചെയ്യുന്നത് നോക്കാം. ഗോയിങ് ടു ഇൻക്രീസ് ദി കറണ്ട്. ഓക്കെ, കൂടുതൽ ഡിഫ്ലക്റ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? കറണ്ട് കൂടുതൽ പാസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓഫ് ചെയ്തു, 0 ആണ്, കറണ്ട് 0 ആണ്. ഇനി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഷോസ് ഡിഫ്ലക്ഷൻ. ഓക്കെ, ഐ എം ഗോയിങ് ടു ഇൻക്രീസ് ദ കറണ്ട് അഗൈൻ. Okay, so as the current increases, the deflection also increases. That means as the current increases, the deflection means the strength of the magnetic field also increases. ഇനി നമുക്ക് ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷൻ വരുന്നത് നോക്കാം. ഇപ്പോൾ കോമ്പസ് നീഡിൽ ഈ കണ്ടക്റ്റിംഗ് വയറിൻ്റെ വളരെ അടുത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഉള്ള ഡിഫ്ലക്ഷൻ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇറ്റ് ഡിഫ്ലെക്ട്സ് ബൈ എ ലാർജ് angle. Okay, deflects through a large angle. Now I am going to switch off the current, so it comes back to north south direction. ഇനി ഇപ്പോൾ കോമ്പസ് നീഡിൽ വളരെ അടുത്താണ്. ദാറ്റ് മീൻസ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ കൂടുതലാണ്, അതുകൊണ്ടാണ് കൂടുതൽ ആംഗിൾ ഡിഫ്ലക്റ്റ് ചെയ്തത്. Now I am going to increase the distance. ഓക്കെ, ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വേരിയേഷൻ വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഡിസ്റ്റൻസ് കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്. നോക്കൂ, ഡിഫ്ലക്ഷൻ കുറച്ചുകൂടി കുറഞ്ഞില്ലേ, റൈറ്റ്? ഇനി വീണ്ടും ഡിസ്റ്റൻസ് കൂട്ടാൻ പോവാണ്. അപ്പോൾ ഡിഫ്ലക്ഷൻ കുറയുന്ന നോക്കാം, റൈറ്റ്? നോക്കൂ, ഇപ്പോൾ കറണ്ട് ഇല്ല, 0. ദെൻ കുറച്ചുകൂടി ഡിഫ്ലക്ഷൻ കുറഞ്ഞു. അഗൈൻ ഐ എം ഗോയിങ് ടു ഇൻക്രീസ് ദ ഡിസ്റ്റൻസ്. See the deflection. വീണ്ടും കുറഞ്ഞല്ലോ അല്ലേ? ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഡിഫ്ലക്ഷൻ കുറഞ്ഞു വരികയാണ്. ഇനിയും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ വളരെ കുറവാണ്. അപ്പോൾ ആസ് ഡിസ്റ്റൻസ് ഇൻക്രീസസ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദി കോമ്പസ് നീഡിൽ ഡിക്രീസസ്. ഓക്കെ, ദാറ്റ് മീൻസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസസ് ആസ് ഡിസ്റ്റൻസ് ഇൻക്രീസസ്. ഓക്കെ, സോ ഡിസ്റ്റൻസിനനുസരിച്ചിട്ടും എന്തിൽ വേരിയേഷൻ വരുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിൽ വേരിയേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ആസ് the strength of the current increases, as the magnitude of current increases, the magnetic field strength also increases. Next point endana, as the distance
increases, strength of the magnetic field decreases. Okay, ഇനി നമുക്ക് ചെയ്യാനുള്ളത് കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തിട്ട് എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിലെ വേരിയേഷൻ. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലുള്ള ഡിഫ്ലക്ഷൻ എങ്ങോട്ടാണ് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. Now current is flowing in a particular direction. See how the needle deflects. Okay, it is deflecting towards left, right? Now I am going to change the direction of current. So now there is no current passing through the wire. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ കറണ്ട് പാസ് ചെയ്തപ്പോൾ നേരത്തെ നമ്മൾ ഡിഫ്ലക്ഷൻ കണ്ടതാണ്. ഇറ്റ് വാസ് ടുവേർഡ്സ് ലെഫ്റ്റ്. ഓക്കെ, ഇനി ഞാൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ് ഡിഫ്ലക്ഷൻ നോക്കാം. കണ്ടോ, നൗ ദ നീഡിൽ മൂവ്സ് ടുവേർഡ്സ് റൈറ്റ്. ഓക്കെ, സി ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ ദർ ഇസ് നോ കറണ്ട്, നീഡിൽ അലൈൻസ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഐ ആം ഗോയിങ് ടു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. നേരത്തെ പാസ് ചെയ്ത കറണ്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇപ്പോൾ കറണ്ട്, അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് റിവേഴ്സ് ചെയ്തു. ഓക്കെ, ഇനി ഡിഫ്ലക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടിയ ഒബ്സർവേഷൻസ് എന്താണ്, ആ ഒബ്സർവേഷൻസിൽ നിന്ന് കിട്ടിയ കൺക്ലൂഷൻസ് എന്താണ്, അത് നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം. ഓക്കെ, സോ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ്? A current in a straight wire causes a deflection in the nearby compass needle. ഓക്കെ, എക്സ്പെരിമെൻ്റലി ഒബ്സർവ് ചെയ്തൊരു ഫാക്ടറാണത്. അതായത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനടുത്ത് വെച്ചിട്ടുള്ള കോമ്പസ് നീഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. രണ്ടാമത്തേത്, ഡിഫ്ലക്ഷൻ ഇസ് ലാർജ് വെൻ ദ കറണ്ട് ഇസ് ലാർജ്. ദാറ്റ് മീൻസ് വെൻ യു പാസ് മോർ കറണ്ട് ദ കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റഡ് ബൈ എ ലാർജ് quantity. Okay, that means the strength of magnetic field is more when the current is more. അതുപോലെ തന്നെ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയുമ്പോൾ സ്ട്രെങ്ത് ഇസ് ലെസ്. അതാണ് നമുക്ക് ഡിഫ്ലക്ഷൻ കുറച്ച് മാത്രം കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ ഒബ്സർവേഷൻ നോക്കൂ. ഡിഫ്ലക്ഷൻ ഇസ് ലാർജ് വെൻ ദ നീഡിൽ ഇസ് ക്ലോസ് ടു ദ കറണ്ട് ക്യാരിയിങ് വയർ ആൻഡ് ലെസ് വെൻ ദ നീഡിൽ ഇസ് എവേ. അതായത് എങ്ങനെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ കോമ്പസ് നീഡിൽ വയറിനോട് വളരെ അടുത്ത് വെക്കുമ്പോൾ ഡിഫ്ലക്ഷൻ ഇസ് മോർ, ആൻഡ് ഇഫ് യു ടേക്ക് ദ കോമ്പസ് നീഡിൽ എവേ ഫ്രം ദി വയർ ദ ഡിഫ്ലക്ഷൻ ഇസ് ലെസ്. ഇനി എങ്ങനെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ വേരിയേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ഇഫ് യു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ദെൻ ദ ഡിഫ്ലക്ഷൻ ഇസ് ഓൾസോ റിവേഴ്സ്ഡ്. അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫ്ലക്ഷനും ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസിൽ നിന്ന് നമുക്ക് എത്താൻ പറ്റുന്ന കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്? എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, കോമ്പസ് നീഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നതുകൊണ്ട് ദാറ്റ് മീൻസ് ദർ ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ്. സെക്കൻഡ് കൺക്ലൂഷൻ, ആസ് കറണ്ട് ഇൻക്രീസസ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ്. സിമിലർലി ആസ് കറണ്ട് ഡിക്രീസസ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസസ്. അതുകൊണ്ടാണ് കറണ്ട് കൂടുമ്പോൾ ഡിഫ്ലക്ഷൻ കൂടുന്നതായിട്ട് കണ്ടു, കറണ്ട് കുറയുമ്പോൾ ഡിഫ്ലക്ഷൻ കുറയുന്നതായിട്ട് കണ്ടു. ഇനി മൂന്നാമത്തെ ഒബ്സർവേഷനിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ എന്താണ്? ആസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വയർ ആൻഡ് കോമ്പസ് നീഡിൽ ഡിക്രീസസ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ്. അതായത് കോമ്പസ് നീഡിൽ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുകയാണ്. ആൻഡ് ആസ് ദി ഡിസ്റ്റൻസ് ഇൻക്രീസസ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസസ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ നമുക്കിപ്പോൾ കിട്ടി. ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് ഓൺ കറണ്ട് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ ആൻഡ് ഓൾസോ ഓൺ ദി ഡിസ്റ്റൻസ്. Next conclusion gives us an idea about the direction of magnetic field. അതായത് if direction of current is reversed, direction of magnetic field also gets reversed. കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് ഓൺ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഓക്കെ, ഇപ്പോൾ ഓസ്റ്റഡ് നടത്തിയ ഈ എക്സ്പെരിമെൻറ്റും അതിൻ്റെ ഒബ്സർവേഷൻസും അതുപോലെ ഇതിനോട് അനുബന്ധിച്ച് നടത്തിയ ഒരുപാട് എക്സ്പെരിമെൻസിൻ്റെ ഒക്കെ റിസൾട്ടായിട്ട് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ദേ ആർ ഇൻ്റർറിലേറ്റഡ്. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അതേപോലെ തന്നെ തിരിച്ചു. So based on all these experiments and conclusions, we have a unified theory formulated by James Maxwell. ഇതിനോടനുബന്ധിച്ച് നടന്ന പരീക്ഷണങ്ങളുടെ ഒക്കെ ഫലമായിട്ടാണ് ജെർസി ബോസ്
അതുപോലെ തന്നെ ഹേർട്സ്, ഈ സയൻറ്റിസ്റ്റുകൾ ചേർന്നിട്ട് റേഡിയോ വേവ്സ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച റേഡിയോ വേവ്സ് കണ്ടെത്തിയത്. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുക. അപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മുൻ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്, അതും കൂടി ഉപയോഗപ്പെടുത്തുക. താങ്ക്